നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡൻസ് സ്പീഡ് ന്യൂസ് 20ലേക്ക് സ്വാഗതം. അയർലൻഡിൽ പരിഷ്കരിച്ച വേതന സബ്സിഡി സ്കീമിന് തുടക്കം. ഡബ്ലിനിലെ ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് ഹൌസിൽ നടന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി മിഹോൾ മാർട്ടിനാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് പലിശ നിരക്ക് കുറച്ചേക്കുമെന്ന് റിപ്പോർട്ട്. പലിശ നിരക്കിൽ 0.5% കുറവുണ്ടാകുമെന്നാണ് സൂചന. അയർലൻഡിൽ കൂടുതൽ EV ചാർജിംഗ് സ്റ്റേഷനുകൾ തുറക്കാൻ തീരുമാനം. ഈ വർഷം അവസാനമാകുമ്പോഴേക്കും 50-ലധികം സ്ഥലങ്ങളിൽ പുതിയ സ്റ്റേഷനുകൾ തുറക്കാൻ പദ്ധതി. ലെവൽ ക്രോസുകൾ ദുരുപയോഗം ചെയ്യുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്നു. ഈ വർഷം ലെവൽ ക്രോസ് ദുരുപയോഗം ചെയ്ത 30 സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി ഐറിഷ് റെയിൽ. ശ്രദ്ധേയമായി മൈൻഡ് മെഗാമേള. പങ്കെടുത്തത് 20,000-ഓളം പേർ. N17ന്റെ ചില ഭാഗങ്ങളിൽ മാത്രം പുനർവികസനം നടത്താനുള്ള തീരുമാനത്തിനെതിരെ സിഗ്ലോ ചേംബർ ഓഫ് കൊമേഴ്സ്. പദ്ധതി ഉപേക്ഷിക്കണം. നോ കൊലൂനി പാതയുടെ പൂർണ്ണമായ പുനർവികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ചേംബർ. സൗത്ത് അമാർഗിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റയാൾ മരിച്ചു. ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 40-കാരനാണ് മരിച്ചത്. നഗരത്തിൽ ഡ്രോൺ ഡെലിവറി ആരംഭിച്ച ഡെലിവറു. ബ്ലാഞ്ചാർഡ്സ് ടൗണിൽ 3 കിലോമീറ്റർ ചുറ്റളവിലാണ് ഡെലിവറുവിന്റെ പുതിയ സേവനം. അതിശക്തമായ ഇടിമിന്നലിനെ തുടർന്ന് യാത്ര ദുഷ്കരമായതോടെ ബെർലിനിൽ നിന്നുള്ള റയാൻ എയർ വിമാനം അടിയന്തരമായി താഴെയിറക്കി. സംഭവത്തിൽ 9 പേർക്ക് പരിക്ക്. കുടിയേറ്റ നിയമങ്ങൾ പാലിക്കാത്തവരെ വീണ്ടും നാടുകടത്തി അയർലൻഡ്. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ 35 പേർക്കെതിരെയാണ് നടപടി. മ്യാൻമർ അടക്കമുള്ള 12 രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് സമ്പൂർണ്ണ യാത്രാവിലക്ക് ഏർപ്പെടുത്തി US. കൊളറാഡോ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൻഖ്വയിൽ സ്വകാര്യ കമ്പനിയിലെ 11 ജീവനക്കാരെ തട്ടിക്കൊണ്ടുപോയി. പിന്നിൽ തെഹ്രീക്ക് താലിബാൻ തീവ്രവാദികളെന്ന് സംശയം. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് തലവനെ വധിച്ച സുരക്ഷാ സേന. കൊല്ലപ്പെട്ടത് തലയ്ക്ക് 40 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച കൊടും കുറ്റവാളി. റാഫാൽ യുദ്ധവിമാനങ്ങളുടെ മെയിൻ ബോഡി ഇനി ഇന്ത്യയിൽ നിർമ്മിക്കും. ദസാൾട്ട് ഏവിയേഷനും ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡും തമ്മിൽ കരാറുകൾ ഒപ്പുവെച്ചു. സംസ്ഥാനത്ത് ബക്രീദ് പ്രമാണിച്ചുള്ള സർക്കാർ അവധി ശനിയാഴ്ച മാത്രം. വെള്ളിയാഴ്ചത്തെ അവധിയാണ് ശനിയാഴ്ചത്തേക്ക് മാറ്റിയത്. എലത്തൂർ ട്രെയിൻ ഭീകരാക്രമണ കേസിലെ പ്രതി ഷാരൂഖ് സൈഫി മതഭീകരവാദിയെന്ന് NIA. ലക്ഷ്യമിട്ടത് കാഫിറുകളെ കൊന്നൊടുക്കാൻ. ചിന്നസ്വാമി സ്റ്റേഡിയത്തിലുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ച് RCB. മരിച്ച 11 പേരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതം നൽകുമെന്ന് RCBയുടെ വിജയാഘോഷത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട 11 പേർ മരിച്ച സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലി. പറയാൻ വാക്കുകൾ കിട്ടുന്നില്ലെന്നും ഹൃദയം തകർന്ന വേദനയെന്നും വിരാട്. സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറയുന്നു. വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട നേരിയ മഴ തുടരാനുള്ള സാധ്യത മാത്രമാണുള്ളതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അയർലൻഡിൽ അസ്ഥിര കാലാവസ്ഥ തുടരുന്നു. പകൽ നേരങ്ങളിൽ മഴ ലഭിക്കും. രാത്രികാലങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴ. വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സാപ്പ്, യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക.